ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിൽ കണ്ടത്. ഭരണപക്ഷത്തു നിന്ന് അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ള വമ്പന്മാരുടെ കൂട്ടായുള്ള ആക്രമണത്തിലൊന്നും തളരാതെ അമേരിക്കയുമായുള്ള വ്യാപാര കരാറും എപ്സ്റ്റീൻ ഫയലുകളും നരവനിയുടെ പുസ്തകവുമെല്ലാം ചേർത്തുള്ള മിന്നലാക്രമണമായിരുന്നു രാഹുലിൻ്റേത്. ഒരു നിലയ്ക്കും രാഹുലിനെ തടയാനാകാതെ വന്നതോടെയാണ് മൈക്ക് ഓഫ് ചെയ്ത് രാഹുലിനെ തോൽപ്പിക്കാൻ കേന്ദ്ര ഭരണകൂടം ശ്രമിച്ചത്. പക്ഷേ അങ്ങനെയങ്ങ് പേടിച്ചോടാൻ ബി.ജെ.പി നേതാവല്ലല്ലോ രാഹുൽ ഗാന്ധി എന്നാണ് കേന്ദ്രത്തിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ ചോദ്യം ചെയ്ത കെ.സി. വേണുഗോപാൽ എം.പി ചോദിച്ചത്. ഭരണപക്ഷത്തിന്റെ ആക്രമണമേറ്റ രാഹുലിന് മുന്നിൽ ഒരു പരിച പോലെ നിന്നത് കെ.സി. വേണുഗോപാലായിരുന്നു. എപ്സ്റ്റീൻ ഫയലുകളിലും നരവനിയുടെ പുസ്തകത്തിലും വട്ടം കറങ്ങിയ കേന്ദ്ര സർക്കാർ രാഹുലിനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുകയാണ്. രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ടെത്തിയ കെ.സി. വേണുഗോപാൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് അഴിച്ചുവിട്ടത്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുടരെ മൈക്ക് ഓഫ് ചെയ്യുന്നത് എന്തുതരം ജനാധിപത്യമാണ് എന്നാണ് കെ.സി. വേണുഗോപാലിന്റെ ചോദ്യം. ജനാധിപത്യത്തെ കാറ്റിൽ പറത്തുന്ന ബി.ജെ.പി സർക്കാർ തുടർച്ചയായി രാഹുലിന്റെ മൈക്ക് ഓഫ് ചെയ്യുന്നതിലൂടെ ജനാധിപത്യ ഇന്ത്യക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊന്നും കണ്ട് പേടിച്ചോടുന്ന ആളല്ല രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്നുകൂടി കെ.സി. വേണുഗോപാൽ ബി.ജെ.പി സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നു. വായിക്ക് നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കുറ്റം പറയാനും വിമർശിക്കാനും കേന്ദ്ര സർക്കാരിന് ഒരു മടിയുമില്ല. വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ എത്ര വട്ടം പാർലമെന്റിൽ പറഞ്ഞാലും ബി.ജെ.പിക്ക് വലിയ സന്തോഷവുമാണ്. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയങ്ങൾ മിണ്ടാൻ പാടില്ല. അതുതന്നെയാണ് ബി.ജെ.പി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത് എന്ന് കെ.സി. വേണുഗോപാൽ പറയാൻ കാരണം. പാർലമെന്റിൽ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഇത് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് കെ.സിയുടെ ചോദ്യം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇതിനൊക്കെ എന്തെങ്കിലും ന്യായീകരണമുണ്ടോ എന്നാണ് കെ.സിയുടെ ചോദ്യം. ഇതെല്ലാം കണ്ട് പേടിച്ചോടാൻ വേറെ ആളെ നോക്കണമെന്നുകൂടി കെ.സി പറഞ്ഞു വെക്കുന്നുണ്ട്. മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനിയുടെ ഇനിയും പുറത്തിറങ്ങിയിട്ടില്ലാത്ത ആത്മകഥയാണ് ബി.ജെ.പി നേതൃത്വത്തെ വിറള് പിടിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിലെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് രാഹുലിനെ സംസാരിക്കാൻ ഭരണപക്ഷം അനുവദിച്ചിരുന്നില്ല. അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ളവർ വലിയ പ്രതിഷേധവുമായി രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി തുടർച്ചയായി മൈക്ക് ഓഫ് ചെയ്തു. പ്രതിരോധിക്കാൻ കഴിവില്ലാത്തവരുടെ ആയുധമായി മൈക്ക് ഓഫ് ചെയ്യുന്ന ഭരണപക്ഷത്തെ ഇവിടെ കാണുമായിരുന്നു. ഇത് ബി.ജെ.പി അകപ്പെട്ടിട്ടുള്ള ചുഴി എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് വ്യക്തമാക്കി തരുന്നു. മോദിക്ക് ഭയമാണ് എന്നും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നിർമ്മിച്ചവർ തന്നെ അത് തകർക്കാൻ തുടങ്ങിയെന്നുമാണ് രാഹുലിന്റെ ആരോപണം. പാർലമെന്റിന്റെ അകത്ത് സംസാരം തടസ്സപ്പെടുത്തിയതിനാൽ പുറത്തെത്തിയാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. ബി.ജെ.പിയെ ഇത്രമേൽ ആഴത്തിൽ അസ്വസ്ഥമാക്കണമെങ്കിൽ എന്തായിരിക്കും എം നരവനിയുടെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കുക? അത് ആ പുസ്തകം വായിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്നു മേജർ ജനറൽ എം നരവനെ. ഏതാണ്ട് ഒരു വർഷം മുൻപാണ് തന്റെ സർവീസ് കാലത്തെ ഓർമ്മക്കുറിപ്പുകൾ ഉൾപ്പെടുത്തി അദ്ദേഹം 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ എഴുതിയത്. പക്ഷേ ഇതുവരെ കേന്ദ്രം പുസ്തകത്തിന് പ്രസിദ്ധീകരണത്തിന് അനുമതി നൽകിയിട്ടില്ല. 2024 പ്രസിദ്ധീകരണത്തിനായി തയ്യാറാക്കിയ പുസ്തകത്തെ ചൊല്ലി 2023 ഡിസംബറിൽ തന്നെ വിവാദമുയർന്നിരുന്നു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പുസ്തകം ഇറക്കുമ്പോൾ അതിലെ കാര്യങ്ങൾ കേന്ദ്രം പരിശോധിച്ച് ക്ലിയറൻസ് നൽകേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുന്ന ഒട്ടേറെ കാര്യങ്ങൾ പുസ്തകത്തിലുണ്ട്. അതുതന്നെയാണ് ക്ലിയറൻസ് നൽകാത്തതിന് പിന്നിലും. അതേ പുസ്തകമാണ് ഇന്ന് രാഹുൽ ഗാന്ധി പൊതുമധ്യത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത്. അഗ്നിപഥ് സ്കീം, ഗൽവാനിലെ ചൈനയുമായുള്ള സംഘർഷം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. കിഴക്കൻ ലഡാക്കിലെ റെച്ചിൻ ല മേഖലയിൽ 2020 ഓഗസ്റ്റിൽ ചൈനീസ് സൈന്യം നടത്തിയ നീക്കത്തിന്റെ വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടും ഇന്ത്യയുടെ നീക്കത്തിന് അനുമതി ലഭിക്കാൻ വൈകിയെന്നും ഒടുവിൽ സൈന്യം തീരുമാനിച്ചുകൊള്ളൂ എന്ന മറുപടിയാണ് ലഭിച്ചത് എന്നുമാണ് നരവനിയുടെ പുസ്തകത്തിൽ പറയുന്നത്. ഒരു രാജ്യത്തിന്റെ യുദ്ധം പോലുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് തീരുമാനം സൈനിക ജനറൽമാർക്ക് മാത്രമായി വിട്ടു നൽകുക എന്നത് പുസ്തകം ഇറങ്ങിയാൽ കേന്ദ്രം വിശദീകരിക്കേണ്ടി വരും. 2019 ഡിസംബർ മുതൽ 2022 ഏപ്രിൽ വരെയായിരുന്നു നരവനെ ഇന്ത്യയുടെ സൈനിക മേധാവിയായിരുന്നത്. അതേസമയം പുസ്തകം നിരോധിച്ചിട്ടുമില്ല. 2024 ഏപ്രിൽ മെയ് മാസങ്ങളിൽ പുറത്തിറങ്ങുമെന്ന് പരസ്യം നൽകി ആമസോണിൽ ഉൾപ്പെടെ പ്രീ ഓർഡറുകൾ സ്വീകരിച്ചിരുന്നു. 448 പേജുള്ള പുസ്തകം പെൻഗ്വിനാണ് പ്രസിദ്ധീകരിക്കുന്നത്. പുസ്തകം ഇറങ്ങിയാൽ അത് നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പൊതുമധ്യത്തിൽ മറുപടി പറയിക്കാൻ നിർബന്ധിതരാക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രകാശനം തടയുന്നത്.